അപ്പോൾ വിനോദേട്ടാ, അപ്പോൾ കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞമാസമല്ല പുണ്യമാസമാണ് അല്ലേ? അപ്പോൾ കുറച്ച് ഭക്തി നിർഭരമായ വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ലക്ഷ്മണനാൽ നിർമ്മിതമായ ലക്ഷ്മണ ക്ഷേത്രം, അമാനുഷിക നിർമ്മിതി എന്ന് വിശ്വസിക്കുന്ന ചതുർബാഹു വിഗ്രഹം ആദിശേഷന്റെ അവതാരമായതിനാൽ സർപ്പദംശനമേൽക്കാതെ നാടിനെ സംരക്ഷിക്കുന്ന ലക്ഷ്മണസ്വാമി. അങ്ങനെ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയുണ്ട്. കർക്കിടക മാസത്തിൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കണ്ടുവരാം. ചാലക്കുടി പുഴയാണ് ഇത്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പൂർണ്ണ നദി എന്ന പേര് കൂടി ഈ നദിക്കുണ്ട്. പൂർണ്ണ നദിയുടെ തീരത്ത് കുടികൊള്ളുന്നു ശ്രീരാമചന്ദ്ര സോദരനായ ശ്രീ ലക്ഷ്മണ പെരുമാൾ. പൂർണ്ണ നദിക്ക് കർക്കിടകത്തിൽ രാമായണത്തിന്റെ താളമാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ ഉരുവിടുന്ന രാമനാമങ്ങൾ ലയിച്ചു ലയിച്ചൊഴുകുന്നു പൂർണ്ണയിൽ. ഭാരതത്തിന്റെ 108 തിരുപ്പതികളിൽ 13 ക്ഷേത്രങ്ങൾ മലയാള നാട്ടിലാണ്. അതിൽ ഒന്ന് തിരുമൂഴിക്കുളം ക്ഷേത്രം. ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമായി കാണപ്പെടുന്ന ലക്ഷ്മണനെ പൂർണ്ണ പ്രതിഷ്ഠയോടെ പ്രധാന ദേവനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മണനു പുറമെ അതേ ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തി, ഗണപതി എന്നീ ശൈവ സാന്നിധ്യവും ശ്രീരാമൻ, സീത, ഹനുമാൻ എന്നീ വൈഷ്ണവ സാന്നിധ്യവുമുണ്ട്. നാലമ്പലത്തിൽ തെക്ക് പടിഞ്ഞാറായി ശാസ്താവും ഭഗവതിയും പൂജിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ നാലമ്പലത്തിനു പുറത്ത് വടക്കേ ദിശയിൽ ഗോശാല കൃഷ്ണന്റെ പ്രതിഷ്ഠയുമുണ്ട്. പിന്നിൽ കാണുന്ന പൂർണ്ണ നദി ഇപ്പോൾ നമ്മൾ ചാലക്കുടി പുഴ എന്ന് വിളിക്കും. ആ നദിയുടെ കരയിൽ ഹരിത മഹർഷി തപസ്സിരുന്ന് അദ്ദേഹത്തിന് ഭഗവാൻ ദർശനത്തിൽ തിരുവായ്മൊഴി ചൊല്ലിക്കൊടുത്ത സ്ഥലമാണ് തിരുമൊഴിക്കളം എന്നാണ് പേര്. തിരുമൊഴിക്കളം എന്നാണ് ഇപ്പോൾ നമ്മൾ തിരുമൂഴിക്കുളം എന്ന് പറയുന്നു. മൊഴിക്കളത്താൻ എന്നാണ് നമ്മൾ ഇതിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത്. മൊഴിക്കളത്താൻ എന്ന് പറഞ്ഞാൽ ശ്രീസൂക്തം ചൊല്ലിക്കൊടുത്ത ഭഗവാൻ. മൊഴി എന്ന് പറഞ്ഞ വേദമാണ്. ആ ചൊല്ലിക്കൊടുത്ത കളം എന്ന് പറഞ്ഞ ശാല, ആ ചൊല്ലിക്കൊടുത്ത സ്ഥലമാണ് മൊഴിക്കളം എന്ന് പറയുന്നത്. ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ വിഷ്ണുവിന് വേണ്ടി കെട്ടിയ ശ്രീകോവിലിൽ കലിയുഗത്തിൽ ലക്ഷ്മണൻ സ്വാമി തന്നെ വന്നിരുന്നു എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. 3 യുഗത്തിനും സാക്ഷിയാണ് ഈ ലക്ഷം. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ചതുർബാഹു, ശംഖചക്രം വിഷ്ണു, ഒരു കയ്യിൽ ആദിശേഷനായ സർപ്പത്തിനെ പിടിച്ചിരിക്കുന്ന രൂപമാണ്, ഒരു കയ്യിൽ ദണ്ഡാണ്. അതാണ് വിഷ്ണു രൂപം പറയുന്നത്. ലക്ഷ്മണ രൂപം ഇങ്ങനത്തെ ഒരു വിഗ്രഹം തന്നെ ലോകത്തില്ലെന്നാണ് തന്ത്രിമാരും മറ്റുള്ള അതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനത്തെ ഒരു വിഗ്രഹം തന്നെ ഇല്ല. പൂർണ്ണമായി കൃഷ്ണൻ പണിയിപ്പിച്ച ആ വിഗ്രഹത്തിന് നമ്മളെ പഴമക്കാർ അമാനുഷിക വിഗ്രഹം എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനാൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിലൊന്നാണ് ഇവിടുത്തെയും പ്രതിഷ്ഠ. ഈ വിഗ്രഹങ്ങൾക്ക് യുഗങ്ങളുടെ പൈതൃകവും അവകാശപ്പെടാനുണ്ട്. അതോടൊപ്പം തന്നെ വേഗനാഥനെ വധിക്കുമ്പോൾ ഭഗവാൻ ലക്ഷ്മണനുണ്ടായ ഭാവാദി സങ്കല്പത്തോടെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. 5 ഏക്കറോളം വിസ്തൃതിയുള്ള 4 നടയിലേക്കും ഗോപുരമുള്ള ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ മധ്യഭാഗത്തായി വ്യാളികൾ കാവൽ നിൽക്കുന്ന വിളക്കുമാടത്തോടു കൂടിയ ബൃഹത്തായ ചുറ്റമ്പലം. കിഴക്കേ നടയിലൂടെ വലിയമ്പലം കടന്ന് നാലമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ വിസ്തൃതമായ നമസ്കാര മണ്ഡപത്തിലെത്തും. മലയാളക്കരയിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന 2 നിലയിൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലാണ് ഇവിടെ. ലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ശ്രീകോവിലിൽ തന്നെ 2 ഭാഗങ്ങളിലായി ലക്ഷ്മണസ്വാമിയെയും ശ്രീ മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഊർമിളയെ പിരിഞ്ഞിരിക്കുന്ന ഭഗവാനായതിനാൽ ക്ഷേത്രത്തിനു മുന്നിൽ വിവാഹങ്ങൾ നടത്താറില്ല. പകരം ഗോശാല കൃഷ്ണനു മുന്നിലാണ് ചടങ്ങ് നടത്തുക. ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണസ്വാമി ഇന്നാടിനെ സർപ്പദംശനങ്ങളിൽ നിന്നും കാക്കുന്നുവെന്നും ഇവർ വിശ്വസിക്കുന്നു. നിൽക്കുമ്പോൾ കുട കൊടുക്കും, ഇരിക്കുമ്പോൾ സിംഹാസനം കൊടുക്കും, കിടക്കുമ്പോൾ പൂമത്തം ഇരിക്കും, നടക്കുമ്പോൾ പാദരക്ഷ കൊടുക്കും. എന്നും വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുന്ന ഗരുഡനായിട്ടും ഈ ജന്മത്തിൽ ലക്ഷ്മണനായിട്ടും മറുജന്മത്തിൽ ബലരാമനായിട്ടും കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ട് അങ്ങനെ ആദിശേഷ അവതാരങ്ങളായ ആ ലക്ഷ്മണസ്വാമി മനസ്സിൽ അവിടെ വനവാസകാലത്ത് ഒരു ദിവസം ഒരു വലിയ ശബ്ദം കേട്ട് രാമൻ അനുജനോട് പറയുകയാണ്, അല്ലയോ അനുജ ചെന്ന് നോക്കൂ, എന്താ ശബ്ദം കേൾക്കുന്നത് കേട്ടപ്പോൾ ലക്ഷ്മണൻ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ അവിടെ നിന്ന് മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് നോക്കി നോക്കുമ്പോൾ ഭരതൻ ചതുരംഗസേനയുമായിട്ട് വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണന്റെ മനസ്സിൽ ഒരു പക തോന്നിപ്പോയി, പകച്ചു നിന്നുപോയി. അത് ചിലപ്പോൾ ജ്യേഷ്ഠനെ വധിക്കാൻ വേണ്ടി അയോധ്യ സിംഹാസനം എടുക്കാൻ വേണ്ടി വരുന്ന ഒരു ധാരണ ഉണ്ടായി എന്നാണ് പറയുന്നത്. പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഏതോ കിളി വഴി കാട്ടിക്കൊടുത്ത് വിഷ്ണു വന്ന സ്ഥലം എന്നറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് വിഷ്ണുവിന് വേണ്ടി ശ്രീകോവിൽ കെട്ടിപ്പോയി എന്നാണ് ഇതിൻ്റെ പഴയ ഐതിഹ്യത്തിൽ പറയുന്നത്. ആ ശ്രീകോവിലെന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ലക്ഷ്മണൻ ഒരേ ഒരു സ്ഥലത്ത് മാത്രം ഏകനായിട്ട് രാമനെ വിട്ടു വന്ന സ്ഥലമുള്ളൂ, അത് ഈ സ്ഥലമാണ്. അതുകൊണ്ട് ഈ നാടിന് സർപ്പദോഷം വരില്ലെന്നും ഇവിടെ ആരും സർപ്പം കടിച്ച് മരിക്കില്ലെന്നും ഇവിടുത്തെ തീർത്ഥം, അഭിഷേക തീർത്ഥം കഴിച്ചാൽ സർപ്പദോഷം കൊണ്ടുണ്ടാകുന്ന എനി ഡിസീസ് വിൽ റിമൂവിങ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗാണുക്കൾ മരിക്കുമെന്ന് വരെ പഴമശാസ്ത്രക്കാർ പറയുന്നത്.
മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രമാണിത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ദർശനം നടത്തുന്നത്. തൃപ്രയാർ ശ്രീരാമന്റെ എടുക്കാം, ഭരതന്റെ എടുക്കാം, അതുകൂടാണ്ട് മൂന്നാമതാണ് ലക്ഷ്മണ പെരുമാൾ എടുക്കാം. ഇനി പായമ്മല് ശത്രുഘ്നന്റെ എടുക്കാം. മനസ്സിന് നമുക്ക് തൃപ്തി കിട്ടി. ഇപ്പം നമ്മുടെ കുറേ പ്രാവശ്യങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ഐതിഹ്യ കഥകളെല്ലാം അറിയുന്നത് കൊണ്ട് ഭംഗിയായിട്ട് കാണാനും കഥകൾ അറിയുന്നുണ്ടെന്നല്ല, നമുക്ക് എല്ലാ ദർശനവും ഭംഗിയായിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കണ്ണൂരും ഉണ്ട് നാലമ്പലം, അവിടെയും പോകാറുണ്ട്. എന്താ ഞങ്ങൾ നാലമ്പലം ചുറ്റിങ്ങാണ്ട് വന്നിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ വാളയുന്ന തന്നെയാണ്. ശ്രീമദ് രാമായണം ഒരു തവണ സമ്പൂർണമായി പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു നാലമ്പല ദർശനം. ഈ പുണ്യമാസത്തിൽ ക്ഷേത്ര ദർശനം നടത്തി ദേവന്റെ അനുഗ്രഹാശിസ്സുകളും നേടിയാണ് ഓരോ ഭക്തജനങ്ങളും മടങ്ങുന്നത്. ഹരേ രാമ.